സ്വാഗതം. നമ്മൾ PSC ക്ലാസ്സുകൾക്ക് ഡിഗ്രി ലെവല് അല്ലെങ്കിൽ 10th ലെവൽ എക്സാമുകൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ ഇത് സൗജന്യമായി എടുക്കാൻ വേണ്ടിയാണ് SGPC എന്ന ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. ദയവേത് ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കും മറ്റും ലൈക്ക് ചെയ്യുക പ്ലീസ്. SGPC എന്ന ചാനൽ നമ്മൾ ഇന്ന് നോക്കും കേരള PSC 2026 ചോദിച്ച എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്, അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. 2026 ചോദിച്ച എല്ലാ സൈബർ ലോയുമായിട്ട് IT ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യം അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന തേർഡ് സ്റ്റേജ് ഡിഗ്രി ഗ്ലിംസിനും ഇനി വരുന്ന മെയിൻസ് എക്സാമിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഇനി വരുന്ന ഈ IT ആൻഡ് സൈബർ ലോ ഭാഗത്തെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി പോകാം. അപ്പോൾ ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇൻപുട്ടായി ചെയ്യുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ പറയുകയാണ്. ഉപയോക്താവിൽ നിന്നൊരു ബുക്ക് ID സ്വീകരിക്കുന്നു, ഈ പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നു, അതിനുശേഷം പുസ്തക പ്രശ്ന വിവരങ്ങൾ സംഭരിക്കുന്നു, ലഭ്യം അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഈ ബുക്ക് ID ഇതിനെ എങ്ങനെ നമുക്ക് ഒരു സിസ്റ്റം ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഇൻപുട്ട്, ഔട്ട്പുട്ട്, കൺട്രോൾ യൂണിറ്റ്, കൺട്രോള്, സ്റ്റോർ, ഔട്ട്പുട്ട്. അപ്പം ഇൻപുട്ട് ചെയ്യുന്നു, ഉപയോക്താവിൽ നിന്ന് ഒരു ബുക്ക് ID സ്വീകരിക്കുന്നു, പുസ്തകം ലഭ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു, പ്രശ്ന വിവരങ്ങൾ സംഭരിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഇനി ലഭ്യമല്ലെങ്കിൽ അല്ലെന്ന് പറയുന്നു, ലഭ്യമാണെങ്കിൽ ആണെന്ന് പറയുന്നു, അതായത് ഔട്ട്പുട്ട് ആവും. അപ്പോ നമുക്ക് ഒരു സിസ്റ്റത്തില്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ ഇൻപുട്ടായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം? അതായത് അതിനെ പറയുന്ന പൊതുവായ പേരാണ് IPOS സൈക്കിൾ. IPOS എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, പ്രോസസ്സ് അല്ലെ കൺട്രോള്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, ഔട്ട്പുട്ട് ആണല്ലോ. ഇൻപുട്ട്, പ്രോസസ്സ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഉപയോക്താവിൽ നിന്ന് ബുക്ക് ID സ്വീകരിക്കുന്നതാണ് ഇൻപുട്ട്. ഉപയോക്താവിൽ നിന്ന് ബുക്ക് ID സ്വീകരിക്കുന്നത് ഇൻപുട്ടാണ്. കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പുസ്തകം ലഭ്യമാണോ എന്ന് ഡേറ്റാബേസ് വഴി പരിശോധിക്കുക. പുസ്തകം ലഭ്യമാണോ അല്ലയോ എന്ന് ഡേറ്റാബേസ് വഴി പരിശോധിക്കുന്നതാണ് കൺട്രോൾ അഥവാ പ്രോസസ്സിംഗ്. സ്റ്റോറേജ് എന്ന് വെച്ചാൽ പുസ്തകം നൽകിയ വിവരങ്ങൾ ഭാവി ആവശ്യങ്ങൾക്കായി മെമ്മറിയിൽ സൂക്ഷിക്കുന്നതാണ് സ്റ്റോറേജ്. ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ സ്ക്രീനിൽ ഫലം ലഭ്യമാണോ അല്ലയോ എന്ന് കാണിക്കുന്നതാണ് ഔട്ട്പുട്ട്. എന്തൊക്കെയുണ്ട്? ഇൻപുട്ട് ഉണ്ട്, കൺട്രോൾ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഒക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ ഇതിനകത്തുള്ളത്? ഇൻപുട്ട് ഉണ്ട്, കൺട്രോൾ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇത് നമുക്ക് 2026 നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കമ്പ്യൂട്ടറുമായി ബന്ധം. അടുത്ത ചോദ്യം, XYZ എന്നിവ തിരിച്ചറിയാം. എക്സ് അതിന് നേരെ എഴുതിയിരിക്കുന്നത് ഒരു കെട്ടിടത്തിലോ ക്യാമ്പസിലോ ഉള്ളിലെ കവറേജ് ഏരിയ, സാധാരണ ഉപയോഗം ഓഫീസ് ഇൻട്രാനെറ്റ്. Y നഗരം മുഴുവൻ പ്രദേശം, പൊതുഗതാഗത നിരീക്ഷണം, കേബിൾ TV. Z രാജ്യത്തുടനീളം ഗ്ലോബൽ ഇന്റർനെറ്റ് ആശയവിനിമയം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. എക്സ് ലോക്കൽ, ഒരു കെട്ടിടത്തിലോ ക്യാമ്പസിനോ ഉള്ളിലോ ആണെങ്കിൽ അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അപ്പം ഒരു കെട്ടിടത്തിനോ ക്യാമ്പസിനോ ഉള്ളിലാണെങ്കിൽ അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, Y എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, Z എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ വിശാലമായി നോക്കാം. ഈ നെറ്റ്വർക്കുകളെ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളെ നമുക്ക് കുറച്ച് പല ഭാഗമായിട്ട് തിരിക്കാം. അതിലെ പ്രധാനപ്പെട്ടതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ചെറിയ ഭൂമിശാസ്ത്ര പരിധി ഏതൊക്കെ? ഒരു മുറി, ഓഫീസ് കെട്ടിടം, സ്കൂള്. ഒരു മുറി, ഓഫീസ് കെട്ടിടം അല്ലെങ്കിൽ സ്കൂള്, അവിടെ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഒരു വലിയ നഗരത്തെ മുഴുവനായി ഏതൊക്കെ ഉദാഹരണം? കേബിൾ TV, സിറ്റി പോലീസ് സർവൈലൻസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, സിറ്റി പോലീസ് ഏരിയ നെറ്റ്വർക്ക് സർവൈലൻസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് അത് എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു വലിയ നഗരത്തെ മുഴുവനായി ബന്ധിപ്പിക്കുന്ന ശൃംഖല മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒരു രാജ്യമോ ഭൂഖണ്ഡങ്ങളോ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
ഒരു രാജ്യമോ ഭൂഖണ്ഡങ്ങളോ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കാണ് ഏതെന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഏറ്റവും വലിയ ഉദാഹരണം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്റർനെറ്റ് ആണ്. അപ്പം എക്സ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഒരു കെട്ടിടത്തിലോ ക്യാമ്പസിലോ. വൈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, പൊതുഗതാഗത നിരീക്ഷണം, കേബിൾ TV. ഇനി ഇസഡ് രാജ്യത്തുടനീളം, ഏത് ഗ്ലോബൽ ഇന്റർനെറ്റ് ആണല്ലോ. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? വ്യക്തികളെ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് സൈബർ ഭീഷണി അതായത് സൈബർ സ്റ്റോക്കിംഗ് അല്ലെ ബുള്ളിയിങ് ഉൾപ്പെടുന്നു. പ്രസ്താവന 2, IT ആക്ട് 2000 ഇലക്ട്രോണിക് റെക്കോർഡുകൾക്കും ഡിജിറ്റൽ ഒപ്പുകൾക്കും നിയമപരമായ അംഗീകാരം നൽകുന്നു. പ്രസ്താവന 3, എല്ലാ സൈബർ കുറ്റകൃത്യങ്ങൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക കഴിവുകൾ ആവശ്യമാണ്. ഇതിലെ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയോ ഇമെയിൽ വഴിയോ മറ്റൊരാളെ നിരന്തരം പിന്തുടരുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും സൈബർ സ്റ്റോക്കിംഗ് മീൻസ് ഹരാസിങ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയോ ഇമെയിൽ വഴിയോ മറ്റൊരാളെ നിരന്തരം പിന്തുടർന്നാൽ അത് സ്റ്റോക്കിംഗ് ആണ്, സൈബർ സ്റ്റോക്കിംഗ് ആണ്, സൈബർ ഹരാസ്മെന്റ് ആണ്, ഹരാസിങ് ആണ്, അത് സൈബർ കുറ്റമാണ്. ഇന്ത്യയിൽ IT ആക്ട് 2000 നിലവിൽ വന്നത് ഡിജിറ്റൽ ഡോക്യുമെന്റുകൾക്കും കൊമേഴ്സുകൾക്കും നിയമസാധുത നൽകാനാണ്. അപ്പോൾ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾക്കും കൊമേഴ്സിനും നിയമസാധുത നൽകാനാണ് IT ആക്ട് 2000 നിലവിൽ വന്നത്. ഇനി പ്രസ്താവന 3 എന്ന് പറഞ്ഞാൽ എല്ലാ സൈബർ കുറ്റകൃത്യങ്ങളും ഉയർന്ന കോഡിംഗ് അറിവ് അല്ലെങ്കിൽ ഉയർന്ന കറക്റ്റ് ചോദ്യം, എല്ലാ സൈബർ കുറ്റങ്ങൾക്കും ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക കഴിവ് ആവശ്യം വേണ്ട. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ വ്യാജ ഫോൺ വിളി, അതിനെ ഫിഷിംഗ് എന്നാണ് പറയുന്നത്, സൈബർ കുറ്റമാണ്. ലളിതമായ ഫിഷിംഗ് ലിങ്കുകൾ ഉപയോഗിക്കുക, സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുക, വ്യാജ ഫോൺ വിളികൾ, അതെല്ലാം എന്താണ്? ഫിഷിംഗ്. അതിന് വലിയ രീതിയിലുള്ള സൈബർ കുറ്റകൃത്യത്തിന് ഉയർന്ന നിലവാരത്തിലുള്ള സാങ്കേതിക കഴിവുകൾ ആവശ്യം വേണം. മനസ്സിലായല്ലോ? ഒക്കെ ആണല്ലോ. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഇനി താഴെ പറയുന്നതിൽ ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണിത്. പ്രോഗ്രാമിംഗിന്റെ ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഈ വർഷം തന്നെ ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു സ്റ്റോർ അസൈൻമെന്റ് നിർദ്ദേശം? ഇതിൽ A=B എന്നുള്ളതാണ് സ്റ്റോർ അസൈൻമെന്റ് നിർദ്ദേശം. അതായത് സ്റ്റോർ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് A=B എന്ന് പറഞ്ഞാൽ, സ്റ്റോർ അസൈൻമെന്റ് നിർദ്ദേശം A=B എന്ന് പറഞ്ഞാൽ വലതുവശത്തുള്ള മൂല്യം B ഇടതുവശത്തുള്ള വേരിയബിളിലേക്ക് സംഭരിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ വലതുവശത്തുള്ള മൂല്യം B അതിനെ ഇടതുവശത്തുള്ള വേരിയബിളിലേക്ക് സംഭരിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അതിൽ വേറെ കുറച്ചുണ്ട്. റീഡ് A എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉപയോക്താവിൽ നിന്നും ഡാറ്റ സ്വീകരിക്കുന്ന നിർദ്ദേശമാണ് റീഡ് A. പ്രിന്റ് X ഇത് സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ ഔട്ട്പുട്ട് ആക്കുന്ന നിർദ്ദേശമാണ്. പ്രിന്റ് ചെയ്യുക എന്നുള്ളത് ഔട്ട്പുട്ട് നിർദ്ദേശമാണ് പ്രിന്റ്. ഇപ്പൊ റീഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നിർദ്ദേശം, പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നിർദ്ദേശം. റീഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നിർദ്ദേശം, പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നിർദ്ദേശം. ക്ലിയർ ആയല്ലോ? അത്രയും മതി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. അടുത്തത് സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യം, ഈ വർഷം ചോദിച്ച ചോദ്യം. അത് ചേരുംപടി ചേർക്കാൻ അല്ലെങ്കിൽ ശരിയായി പൊരുത്തപ്പെടുന്നവയെ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മാൽവെയർ, ഇതിൽ മാൽവെയർ ഏതാണ്? സൈബർ കുറ്റകൃത്യമല്ല, വൈറസ് ആണ് മാൽവെയർ. സ്പാമിംഗ് ഏതാണ്? സ്പാമിംഗ് ഇമെയിൽ വഴിയാണ് നമ്മൾ സ്പാം മെയിലുകൾ അയക്കുക. സൈബർ നിയമങ്ങൾ ചെറുക്കാനാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ സൈബർ നിയമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെറുക്കും. ഫിഷിംഗ് ആണ് ഡേറ്റ മോഷ്ടിക്കൽ. നമുക്കൊന്ന് നോക്കിപ്പോയാലോ. മാൽവെയർ ഉത്തരം വൈറസ് ആണ്. മാൽവെയർ എന്ന് പറഞ്ഞാല് വൈറസ്. കമ്പ്യൂട്ടറിന് ദോഷം വരുത്തുന്ന പ്രോഗ്രാമുകളെ മാൽവെയർ. പൊതുവായി എന്ത് പറയുന്നു? മാൽവെയർ എന്ന് പറയുന്നു. അപ്പം വൈറസ് ഒരു മാൽവെയർ. വൈറസ് ഒരു തരം മാൽവെയർ. ഓക്കെ. സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ മെയിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആവശ്യപ്പെടാത്ത പരസ്യങ്ങളും സന്ദേശങ്ങളും കൂട്ടത്തോടെ ഇമെയിൽ വഴി അയക്കുന്നതാണ് സ്പാമിംഗ്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടാത്ത പരസ്യങ്ങൾ പോലും നമ്മൾ ചില ഇൻസ്റ്റഗ്രാമുകളോ മറ്റ് തുറക്കുമ്പോഴോ നമുക്ക് ആവശ്യമില്ലാതെ ഇങ്ങനെ ചില ആപ്ലിക്കേഷനുകളോ തുറക്കും, നമുക്കിങ്ങനെ വെറുതെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം എന്താണ്? സ്പാം ആണ്. ആവശ്യപ്പെടാത്ത പരസ്യങ്ങളും സന്ദേശങ്ങളും കൂട്ടത്തോടെ ഇമെയിൽ വഴി അയക്കുന്നതാണ് സ്പാമിംഗ്. ഞാൻ പറഞ്ഞ തെറ്റുണ്ട്. അപ്പൊ ആവശ്യപ്പെടാത്ത പരസ്യങ്ങളും സന്ദേശങ്ങളും കൂട്ടത്തോടെ ഇമെയിൽ വഴി അയക്കുന്നതാണ് സ്പാമിംഗ്.
അപ്പൊ ആവശ്യപ്പെടാത്ത പരസ്യങ്ങളും സന്ദേശങ്ങളും കൂട്ടത്തോടെ ഇമെയിൽ വഴി അയക്കുന്നതാണ് സ്പാമിംഗ്. ഓക്കെ, സൈബർ നിയമം എന്താണെന്ന് വെച്ചാൽ സൈബർ കുറ്റകൃത്യം. സൈബർ നിയമങ്ങൾ ഉപയോഗിച്ചാണ് സൈബർ കുറ്റകൃത്യങ്ങളെ നമ്മൾ ചെറുക്കുന്നത്. അടുത്തത് ഫിഷിംഗ്, ഡേറ്റ മോഷ്ടിക്കൽ അഥവാ വ്യാജ വെബ്സൈറ്റുകളും ലിങ്കുകളും ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. അപ്പൊ വ്യാജ വെബ്സൈറ്റുകളും ലിങ്കുകളും ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡും മോഷ്ടിക്കുന്നതാണ് ഫിഷിംഗ്. വ്യാജ വെബ്സൈറ്റുകളും ലിങ്കുകളും ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡും മോഷ്ടിക്കുന്നതാണ് ഫിഷിംഗ്. അപ്പൊ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മോഷ്ടിക്കൽ. എന്ത് ഡേറ്റ? വ്യാജ വെബ്സൈറ്റുകളും ലിങ്കുകളും നിർമ്മിച്ച് ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡുകളും മോഷ്ടിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്ന ഫിഷിംഗ്. സൈബർ നിയമങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ ചെറുക്കാൻ സ്പാം മെയിലുകളാണ്. മെയിലുകളിൽ നമ്മൾ ആവശ്യപ്പെടാത്ത പരസ്യങ്ങളും സന്ദേശങ്ങളും കൂട്ടത്തോടെ ഇമെയിൽ വഴി അയക്കുന്നതാണ് സ്പാം മെയിലുകൾ. മാൽവെയറുകൾ എന്ന് പറഞ്ഞാൽ വൈറസുകളാണ്. മാൽവെയറുകൾ, വൈറസ് ഒരുതരം മാൽവെയർ ആണ്. വൈറസ് ഒരുതരം മാൽവെയറുകളാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് OSI മോഡലിനെ കുറിച്ച് ചോദിക്കും. OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്ക് സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അത് സ്വിച്ചാണ്. അതായത് OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്ക് സെഗ്മെന്റുകളായി വിഭജിക്കാൻ കഴിയുന്നതുമായ നെറ്റ്വർക്കാണ് സ്വിച്ച്. അപ്പം സ്വിച്ച് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയപ്പോ OSI മോഡൽ ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ. സ്വിച്ച് എന്ന് പറഞ്ഞാൽ OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. ഇത് MAC അഡ്രസ്സുകൾ ഉപയോഗിച്ചാണ് ഡേറ്റ പാക്കറ്റുകൾ കൃത്യമായി കൈമാറുന്നത്. സ്വിച്ച് ഇത് നെറ്റ്വർക്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. ഹബ്ബ് അഥവാ റിപ്പീറ്റർ ഇത് ഫിസിക്കൽ ലെയറിൽ, ലെയർ 1 ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിശൂന്യമായ ഇന്റലിജന്റ് അല്ലാത്ത ഉപകരണമാണ് ഹബ്ബ് അഥവാ റിപ്പീറ്റർ. കാര്യമായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന ഏതാണ്? മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ് മെയിൻ മെമ്മറി. ഇവിടെ കൊടുത്തിരിക്കുന്നെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന റാം ആണ്. ഹാർഡ് ഡിസ്ക്, CD, DVD അതെല്ലാം സെക്കൻഡറി മെമ്മറിയിലാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക്, CD, DVD, പെൻഡ്രൈവ് അതെല്ലാം എന്താണ്? സെക്കൻഡറി മെമ്മറിയിലാണ് വരുന്നത്. റാൻഡം ആക്സസ് മെമ്മറി ഇത് കമ്പ്യൂട്ടറിലെ പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി. ഇത് എന്താണെന്ന് വെച്ചാൽ റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ. MS എഡ്ജ് എന്താണ് ചോദിച്ച ചോദ്യമാണ്. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. MS എഡ്ജ് എന്താണ്? MS എഡ്ജ് എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്. ഇപ്പൊ നമ്മൾ MS എഡ്ജ് എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്. മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് MS എഡ്ജ്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ വെബ് ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറിന് പകരമായി വന്ന് വെബ് ബ്രൗസറാണ് ഏതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ്. MS എഡ്ജ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ക്രോം, മോസില്ല, ഫയർഫോക്സ്, ആപ്പിൾ സഫാരി ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം, മോസില്ല, ഫയർഫോക്സ്, ആപ്പിൾ സഫാരി ഏതൊക്കെയാണ്? ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, ആപ്പിൾ സഫാരി. ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, ആപ്പിൾ സഫാരി എല്ലാം എന്താണ്? വെബ് ബ്രൗസറുകളാണ്. സെർച്ച് എഞ്ചിനുകളുടെ ഉദാഹരണമാണ് ഗൂഗിള്, പിങ്, യാഹു, ഡക്ക് ഡക്ക്. ഇതാണ് സെർച്ച് എഞ്ചിനുകളാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ചുവടെ തന്നിരിക്കുന്നവ ക്വസ്റ്റ്യൻ നമ്പർ 9 സോഫ്റ്റ്വെയർ ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതും ചേരുമ്പോൾ ചേർക്കാനാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിലേതാണ്? ഉബുണ്ടു ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് അത് ഏതാണ്? MySQL സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ്. 3 ഓപ്ഷൻ ഡി ജിംബാണ് ഇമേജ് എഡിറ്റർ. 4 പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് ഇംപ്രസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നിരിക്കുന്നവർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഉബുണ്ടു ആണ്. ഉബുണ്ടു എന്നത് ലിനക്സ് അറിയാം, ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഉബുണ്ടു എന്നത് ലിനക്സ് അധിഷ്ഠിതമായ ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. DBMS പാക്കേജ് MySQL. DBMS പാക്കേജ് അത് ചേരുന്നത് MySQL ആണ്.
ഡേറ്റാബേസുകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ജനപ്രിയ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് MySQL. എന്താണ്? ഡേറ്റാബേസുകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ജനപ്രിയ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് MySQL. ഓക്കെ. ഇമേജ് എഡിറ്ററിന് ഉദാഹരണമാണ് ജിംബ്. ജിംബ് എന്ന് പറഞ്ഞ ഇമേജ് മാനിപ്പുലേഷൻ ആണ് ജിംബ്. അടുത്ത പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് ഇംപ്രസ്. തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഉബുണ്ടു. അടുത്തത് DBMS പാക്കേജ് ആണ് MySQL. ഓക്കെ. അടുത്തത് ഇമേജ് എഡിറ്റർ ആണ് ജിംബ്. ഓക്കെ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് ഇംപ്രസ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം കുറ്റകൃത്യം? അപ്പോൾ നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്ത് കുറ്റമാണെന്ന് ചോദിച്ചാൽ അതാണ് സൈബർ സ്റ്റോക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് സൈബർ സ്റ്റോക്കിംഗ് ഹരാസിംഗ്. സൈബർ ഹരാസ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ ഇന്റർനെറ്റിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ആളുടെ വ്യക്തിഗത വിവരങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയോ അവരെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുകയോ മാനസികമായി ബുദ്ധിമുട്ടുകയോ ചെയ്താൽ അതാണ് സൈബർ സ്റ്റോക്കിംഗ്. അപ്പൊ ഇന്റർനെറ്റിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒരാളുടെ വ്യക്തിഗത വിവരങ്ങൾ നിരന്തരം നിരീക്ഷിച്ച് അയാളെ മാനസികമായോ അവരെ പിന്തുടർന്ന് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് സൈബർ സ്റ്റോക്കിംഗ്. അതൊരു സൈബർ കുറ്റകൃത്യമാണ്. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ അവരുടെ അറിവില്ലാതെ ഡിജിറ്റൽ കറൻസി മൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന തട്ടിപ്പ് രീതിയാണ് ക്രിപ്റ്റോജാക്കിംഗ്. സൈബർ സ്റ്റോക്കിംഗ് ഒരാളെ നിരന്തരം ശല്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഒരാളെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം അയാളെ വീക്ഷിച്ച് അയാളെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുക മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്താൽ അതെന്താണ്? സൈബർ സ്റ്റോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചത് നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തും സൈബർ സ്റ്റോക്കിംഗ് ഉദാഹരണമാണ്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66B പ്രകാരം 66B പ്രകാരം ഒരു വ്യക്തി ഇനി പറയുന്ന സാഹചര്യങ്ങൾ ശിക്ഷിക്കപ്പെടാം. അത് ഓപ്ഷൻ സി ആണ്. എന്താണെന്ന് വെച്ചാൽ മോഷ്ടിക്കപ്പെടുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടോ വിശ്വസിക്കാൻ കാരണമുണ്ടായിട്ട് ഏതെങ്കിലും കമ്പ്യൂട്ടർ വിഭവങ്ങളോ ആശയവിനിമയ ഉപകരണങ്ങളോ സത്യസന്ധതയില്ലാതെ സ്വീകരിക്കുകയോ കൈവശം വെക്കുകയോ ചെയ്യുകയാണ് 66B. മോഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് കണ്ടുകൊണ്ടുവന്ന ഒരു കാര്യം വിശ്വസിക്കാൻ കാരണമുണ്ടായിട്ടോ നമുക്ക് അറിയാവുന്നിട്ട് തന്നെ നമ്മളത് കമ്പ്യൂട്ടർ ഉപകരണമോ ആശയവിനിമയ ഉപകരണം സത്യസന്ധത ഇല്ലാതെ സ്വീകരിക്കുകയോ കൈവശം ചെയ്യുകയാണ് 66B. മോഷ്ടിക്കപ്പെട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ സാധനം വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് 66B കുറ്റകൃത്യമാണ്. ഓക്കെ ആണല്ലോ. മോഷ്ടിക്കപ്പെട്ട ഒരു കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളോ കൈവശം വെക്കുന്നതിനുള്ള ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ. 66 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 66 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ്. ഇനി 67 ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അശ്ലീല സാഹിത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് 67. അടുത്തത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കുന്ന IPDRന്റെ പൂർണ്ണരൂപം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡേറ്റ റെക്കോർഡ്. മിക്കപ്പോഴും അബ്രിവേഷൻസ് ചോദിക്കാറുണ്ട്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡേറ്റ റെക്കോർഡ്. സൈബർ കുറ്റകൃത്യ അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡേറ്റ റെക്കോർഡ്. ഒരു ഉപയോക്താവ് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ലോഗ് വിവരങ്ങളുടെ റെക്കോർഡാണിത്. ഇത് പോലീസ് അന്വേഷണങ്ങളിൽ ഒരു പ്രതി ഏത് സമയത്ത് ഏത് IP വിലാസം ഉപയോഗിച്ച് എന്ന് കണ്ടെത്താൻ ഈ IPDR ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം സൈബർ കുറ്റകൃത്യം അന്വേഷിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന പോലീസോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉപയോഗിക്കുന്നതാണ് IPDR. DOS. അടുത്ത ചോദ്യം. DOS ഡിനയൽ ഓഫ് സർവീസ്. DOS ആക്രമണങ്ങൾ. DOS എന്ന് പറഞ്ഞാൽ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സെർവറിലേക്കോ ഒരേ സമയം അമിതമായ ട്രാഫിക് അയച്ച് അതിനെ പ്രവർത്തനരഹിതമാക്കുന്ന സൈബർ ആക്രമണം. ഒരു വെബ്സൈറ്റിലേക്കോ സെർവറിലേക്കോ ഒരേ സമയം അമിതമായ ട്രാഫിക് ഉപയോഗിച്ച് അതിനെ പ്രവർത്തനരഹിതമാക്കുന്ന സൈബർ ആക്രമണമാണ് ഡിനയൽ ഓഫ് സർവീസ്. ഒരു വെബ്സൈറ്റിലേക്കോ ഒരു സെർവറിലേക്കോ ഒരേ സമയം അമിതമായ ട്രാഫിക് അയച്ച് അതിനെ പ്രവർത്തനരഹിതമാക്കുന്ന സൈബർ ആക്രമണ രീതിയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ക്ലിയർ ആയല്ലോ. ഒരു വെബ്സൈറ്റിലേക്കോ സെർവറിലേക്കോ
ഒരേ സമയം അമിതമായ ട്രാഫിക് ഉപയോഗിച്ച് അയച്ച് അതിനെ പ്രവർത്തനരഹിതമാക്കുന്ന സൈബർ ആക്രമണമാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അടുത്ത ചോദ്യം, ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നതിന് നിരീക്ഷിക്കുന്ന ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്ന മറ്റൊരു പുരുഷൻ അല്ലെങ്കിൽ ഏതൊരു പുരുഷനും ഏത് കുറ്റമാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈബർ സ്റ്റോക്കിംഗ്. ഒന്നാമത്തെ ചോദ്യമാണ് ഈ വർഷം ചോദിക്കുന്നത്, സൈബർ സ്റ്റോക്ക് ഹരാസിംഗ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് സൈബർ സ്റ്റോക്ക്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം, വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു സ്ത്രീയുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇടപാടുകൾ അവരുടെ സമ്മതമില്ലാതെ അവരെ പിന്തുടരുന്നു, സോഷ്യൽ മീഡിയ വഴി അവരെ സമ്മതമില്ലാതെ അവരെ പിന്തുടരുകയോ അവർക്ക് ആക്ഷേപം ഉണ്ടാകുന്ന രീതിയിൽ സൈബർ സ്റ്റോക്ക് ഹരാസ്മെന്റ്. അപ്പോൾ ഒരു സ്ത്രീ ഇമെയിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം നിരീക്ഷിക്കുന്ന ഏതൊരു പുരുഷനും സൈബർ സ്റ്റോക്കിംഗ് ആണ് ചെയ്യുന്നത്. അടുത്തത് CSIRT, അടുത്ത അബ്രിവേഷൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈബർ സുരക്ഷാ ലംഘനങ്ങളും ഹാക്കിങ്ങും ഉണ്ടാകുമ്പോൾ ഉടനടി ദ്രുത പ്രതിരോധ നടപടി സ്വീകരിക്കുന്ന ആളുകളാണ്, സംഘമാണ് ഈ CSIRT, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. അടുത്തത്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ലഭിച്ച ആധാർ കാർഡുകളുടെ ഡിജിറ്റൽ കോപ്പികൾ സുഹൃത്തിന് കൈമാറി. അപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക നിർവഹണത്തിനിടെ ലഭിച്ച ആധാർ കാർഡുകളുടെ ഡിജിറ്റൽ കോപ്പികൾ സുഹൃത്തിന് കൈമാറി. IT ആക്ട് 2000 ഏത് സെക്ഷൻ? അത് 72 സെക്ഷൻ 72. പെനാൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് ഒരാൾക്ക് ലഭിച്ച വ്യക്തിഗത വിവരങ്ങൾ, ഡിജിറ്റൽ രേഖകൾ എന്നിവ ബന്ധപ്പെട്ട വ്യക്തിയുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് ചോദിക്കാനാവില്ല. അതായത് എനിക്ക് കിട്ടിയത്, ഞാൻ ഔദ്യോഗിക പദവിയിലിരിച്ചത് വേറൊരാൾക്ക് അവരുടെ അനുവാദമില്ലാതെ അതാണ് 72. പെനാൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. അടുത്തത്, ഇതിനകത്ത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് ചേരുംപടി ചേർക്കാനും അബ്രിവേഷനും സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗമായി ക്രമപ്പെടുത്തുക. DRAM, ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, അത് പ്രധാന മെയിൻ മെമ്മറിയാണ്. ഇനി സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, അത് ക്യാഷെ മെമ്മറിയാണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അത് റോമിൽ സ്ഥിരമായി ശേഖരിച്ചത്. രജിസ്റ്ററുകൾ CPU-ന്റെ പ്രവർത്തന മെമ്മറി. നമുക്കൊന്ന് നോക്കാം. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, അതൊരു മെയിൻ മെമ്മറിയാണ്. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, അതൊരു ക്യാഷെ മെമ്മറിയാണ്. ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അത് റോമിൽ സ്ഥിരമായി ശേഖരിച്ചിരിക്കുന്നത് ബയോസ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് റോമിൽ ബയോസ് എവിടെ സ്റ്റോർ ചെയ്യുന്നു? റോമിൽ. രജിസ്റ്ററുകൾ, CPU-ന്റെ പ്രവർത്തന മെമ്മറിയാണ് ഏത് രജിസ്റ്റർ? CPU-ന്റെ പ്രവർത്തന മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത് CPU-ന്റെയിലുള്ള ഏറ്റവും വേഗതയേറിയ താൽക്കാലിക സംഭരണികളാണ് രജിസ്റ്റർ. ഇപ്പൊ രജിസ്റ്ററുകൾ CPU-ന്റെ പ്രവർത്തന മെമ്മറി ഏതാണെന്ന് വെച്ചാൽ അത് രജിസ്റ്റർ ആണ്. അടുത്തത്, വ്യത്യസ്ത ആശയവിനിമയങ്ങളുള്ള നെറ്റ്വർക്ക് ഡിവൈസസ്. നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാം, യൂട്യൂബ് ക്ലാസ് ചെയ്യുന്നു. വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്? ഗേറ്റ്വേ. വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ, അങ്ങനെ കണ്ടാൽ അന്നേരം എഴുതിക്കോണം, അത് ഗേറ്റ്വേ. തികച്ചും വ്യത്യസ്തമായ പ്രോട്ടോക്കോളുകൾ, റൂൾസ് പ്രവർത്തിക്കുന്ന രണ്ട് ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഗേറ്റ്വേ. ഒരേ പ്രോട്ടോകോൾ ബ്രിഡ്ജ്. ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന രണ്ട് ലാൻ നെറ്റ്വർക്കുകൾ ബ്രിഡ്ജ്. വ്യത്യസ്തമാണെങ്കിൽ ഗേറ്റ്വേ, ഒരേതാണെങ്കിൽ ബ്രിഡ്ജ്. വ്യത്യസ്തമാണെങ്കിൽ ഗേറ്റ്വേ, ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന രണ്ട് ലാൻ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ബ്രിഡ്ജ് ഉപയോഗിക്കും. അടുത്ത, ലോഗിൻ ക്രെഡൻഷ്യലുകൾ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ബാങ്കിന്റെ പോർട്ടലിനോട് സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഇതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫിഷിംഗ്. ഒരു യഥാർത്ഥ ബാങ്കിന്റെയോ സ്ഥാപനത്തിന്റെയോ പേരുകളോട് 100% സാമ്യമുള്ള വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി
ആ ഉപയോക്താക്കളെ കബളിപ്പിക്കുന്ന, രഹസ്യങ്ങൾ കൈമാറുന്ന, കൈക്കലാക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായും നേടിയെടുക്കുന്നത് എന്തിലൂടെയാണ്? അത് പ്രോസസ് ഷെഡ്യൂളിങ്ങിലൂടെയാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് ഒരേ സമയം ഒന്നിലധികം പ്രവർത്തനങ്ങൾ പ്രധാനമായും നേടിയെടുക്കുന്നത് എന്തിലൂടെയാണ്? പ്രോസസ് ഷെഡ്യൂളിംഗ്. എന്താണ് പ്രോസസ് ഷെഡ്യൂളിംഗ്? ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ ഒരേ CPU-വിൽ മാറി മാറി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ്. അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതിലൂടെയാണ് മൾട്ടി ടാസ്കിംഗ് സാധ്യമാകുന്നത്. ഓക്കെ ആണല്ലേ. അപ്പൊ ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ ഒരു CPU-വിൽ മാറി മാറി വളരെ വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിലൂടെയാണ് ഈ മൾട്ടി ടാസ്കിംഗ് സാധ്യമാകുന്നത്. പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിംഗ് പ്രധാനമായി നേടിയെടുക്കുന്നത് എന്തിലൂടെയാണ്? പ്രോസസ് ഷെഡ്യൂളിങ്ങിലൂടെയാണ്. ലാസ്റ്റ്, കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിലെ വ്യക്തത, ക്ലാരിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അത് എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? സ്ക്രീൻ റെസല്യൂഷൻ, ഡോട്ട് പിച്ച്, ഇനി റിഫ്രഷ് റേറ്റ്. ഇതിനെ മൂന്നിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? സ്ക്രീൻ റെസല്യൂഷൻ ഒരു സ്ക്രീനിലുള്ള ആകെ പിക്സലുകളുടെ എണ്ണമാണ് റെസല്യൂഷൻ. ഡോട്ട് പിച്ച്, രണ്ട് സമാന നിറത്തിലുള്ള പിക്സലുകൾ തമ്മിലുള്ള ദൂരം. ഡോട്ട് പിച്ച് കുറയുന്തോറും ചിത്രത്തിന്റെ വ്യക്തത കൂടും. റിഫ്രഷ് റേറ്റ്, ഒരു സെക്കൻഡിൽ എത്ര തവണ സ്ക്രീനിലെ ചിത്രം റിഫ്രഷ് ചെയ്യപ്പെടുന്നു എന്നതാണ് റിഫ്രഷ് റേറ്റ്. ഒരു മോണിറ്ററിന്റെ ഡിസ്പ്ലേ നിലവാരം തീരുമാനിക്കുന്ന ഘടകങ്ങൾ